എല്ലാരും സ്മാർട്ടല്ലേ ഗൈസ്? ഞാൻ എന്തായാലും നല്ല രീതിക്ക് സ്മാർട്ടാണ്. ഞാൻ ഇന്ന് സൺറൈസ് കാണാൻ തുറന്നു വന്നാണ് നേരത്തെ. സണ്ണ് നമ്മളെ ചതിച്ചു ഗൈസ്. സണ്ണ് നേരത്തെ വന്നു കേട്ടാ, അല്ലാണ്ട് ഞാൻ താമസിച്ചോണ്ടല്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചെല്ലാന ഹാർബറിൽ മീൻ മേടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മീൻ മേടിക്കുന്ന സ്ഥലത്താണ് കേട്ടാ. ഇവിടെയാണ്. ഇവിടെ എല്ലാരും മീനിന്റെ ലേലംവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുട്ടൻ തിരക്കിലാണ് ഗൈസ് ഇവിടെ. ഞാനൊരു എക്സസൈസ് ഇന്ന് നമ്മുടെ കടപ്പുറത്താക്കി കേൾക്കാന്ന് ഓർത്ത് വന്നാണ്. എൻ്റെ അടുത്ത് അലലുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇവിടെ മീൻ മേടിക്കണൊക്കെ ഞാൻ കാണിച്ചു തരാം. ആൾക്കാർ കൊട്ടയിലൊക്കെ ആൾക്കാരൊക്കെ മീനൊക്കെ കൊണ്ടുപോകുന്നു. എല്ലായിടത്തും ലേലംവിളി നമുക്ക് നടന്നു തീർക്കുക. ഇന്ന് കൊഴുവച്ചാകരയാണ് കഴിച്ച് ഇന്ന് ഫുള്ളും. എല്ലായിടത്തും വള്ളത്തിലൊക്കെ ആൾക്കാരൊക്കെ മീനൊക്കെ അടുപ്പിക്കുന്നുണ്ട്. അപ്പാപ്പന്മാരൊക്കെ കൊള്ളാല്ലേ. നല്ല രീതിക്ക് ലേലംവിളിയുണ്ട്. ഞാനിവിടെ വരാനൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യണ. അപ്പൊ അതേ ആൾക്കാരൊക്കെ വെള്ളമൊക്കെ അടുപ്പിക്കണ്. വേറെ വെള്ളം തന്നെ ഒരുപാട് ബോട്ടുകളുണ്ട് ഇവിടെ. ഓ അവിടെ നിന്നൊരു വലിയൊരു ജാഗര ബോട്ട് വന്നുണ്ട് ഗൈസ്. അത് കണ്ട കാക്കകൾക്കൊക്കെ ഇന്ന് കല്യാണം പോലെയാണ്. എല്ലാരും ആഘോഷിക്കണ്. കാക്കൊക്കെ രാവിലെ ഇവിടെ അടിച്ചു പൊളിക്കണേ. ഇവിടെ അത്ര ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള ഫ്രെയിമും. എന്തായാലും എക്സസൈസ് ചെയ്യണം, അതാണ് എന്റെ പ്ലാൻ. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോ ഇതൊന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും കൂടി കണ്ടിട്ട് നമ്മൾ നേരെ എക്സസൈസിലായിട്ട് കിടക്കണേണ്. എന്നാലും സണ്ണ് നമ്മളെ ചതിച്ചത് ശരിയായില്ല അല്ലേ? അപ്പൊ നേരെ നമ്മൾ എക്സസൈസിലായിട്ട് കിടക്കാം. ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു സ്പോട്ട് ഉണ്ട്. നല്ലൊരു പ്രകൃതി നിയമമായ ഒരു സ്പോട്ട്. അവിടെ നിന്നാണ് നമ്മള് ഇന്ന് ഒരു എക്സസൈസ് പിടിക്കാന്നൊക്കെ ഇതാണ് ആ സ്പോട്ട്. നല്ല രസമില്ലേ ഒരു വ്യൂ. കടല്. കടൽ ആൾക്കാരുടെയൊക്കെ അവസ്ഥ. മഴ വരുമ്പോഴും മഴക്കാലത്താണ് ഇവർക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. കാഴ്ച ഇവിടെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ആൾക്കാർ. അത് എല്ലാരും ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നമ്മളെ പോലെയുള്ള ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോ, നമ്മൾ ടൂറിസ്റ്റ് ആണ്, ഇവിടെയൊക്കെ തന്നെയുള്ള ആൾക്കാർ. എന്നാലും പുറത്തുനിന്ന് തന്നെ ആൾക്കാർക്ക് ഇവിടെയൊക്കെ കാണാൻ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും അല്ലേ? നല്ലൊരു രസമായിരിക്കും. ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ അവർക്ക് മാത്രം അറിയാൻ വേണ്ടി. ഈ സ്പോട്ട് വരണതല്ലേ ഇവിടെ ചെല്ലാനം മറ്റേ ഹാർബറില്ലേ, അപ്പൊ മീൻ മേടിക്കാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് അടിച്ച് കയറിപ്പോ ലെഫ്റ്റ് അവിടെ നേരെ വരുമ്പോ തന്നെ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് ലെഫ്റ്റായിട്ട് പോകുന്ന വഴിയാണ് സ്പോട്ട്. ഓ എന്ത് രസമാ. ഒരു മരങ്ങളൊക്കെ നോക്കിയല്ലേ, നല്ല രസം. നമ്മള് നമ്മുടെ എക്സസൈസുകളൊക്കെ നമ്മുടെ സമയം നമ്മള് വൈകിക്കൊണ്ടിരിക്കണേ ഗൈസ്. അത് നമ്മള് സ്കിപ്പിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. ഞാൻ ഇന്നത്തെ എന്റെ സ്കിപ്പിങ് തുടങ്ങാൻ പോണേണ് ഗൈസ്. ഓ ഗൈസ്, ഇന്ന് ഞാൻ ചത്ത് ഗൈസ്. അയ്യോ ഇല്ലാത്ത പൈപ്പ്. അത്യാവശ്യം നല്ല രീതിക്ക് ഞാനൊരു അരമണിക്കൂറോളം ഈ സാധനം ഞാൻ ഇപ്പൊ ചെയ്ത്. ഹീഡൻ സ്പോട്ട് ആരും പറക്കണ്ടടാ. കിടിലൻ സ്പോട്ടാ, കിടിലൻ വ്യൂവാ, നല്ല സമാധാനമുണ്ട് ഗൈസ്. ഇവിടെ ഞങ്ങൾ കുറച്ച് നടക്കാൻ പോണേ. എന്തായാലും നമ്മുടെ ബാക്കി അത് ഒഴിവാക്കിയിട്ടില്ല, നേരെ നടക്കാം ഗൈസ്. എന്നാ ഒരു ബ്യൂട്ടിയാണ് ഗൈസ് ഇതൊക്കെ. പക്ഷേ ഒരൊറ്റ കുഴപ്പം, ഇതൊക്കെ നോക്കി ഗൈസ്. മാലിന്യങ്ങൾ ഇങ്ങനെ നിക്ഷേപിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടില് വേസ്റ്റ് ഇതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ആരും മാലിന്യങ്ങൾ കടപ്പുറങ്ങളിൽ നിക്ഷേപിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ എല്ലാ കുഴപ്പം. ഏകദേശം പഞ്ചായത്തുകാരും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ വേസ്റ്റ് എവിടെയും നിക്ഷേപിക്കാനുള്ള ഒരു അവസരം കൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ നൈസായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ നല്ലൊരു മനോഹരമായ നാച്ചുറലായിട്ടുള്ളൊരു സ്ഥലം. ഒരുപാട് തെങ്ങുകളും ഇതൊക്കെ പിടിച്ചിരിക്കണം. അതിൻ്റെ നടുക്കൂടി നമ്മളിങ്ങനെ നടക്കുന്നു. കുറേ ആൾക്കാരുടെ വീട്, ഇനിയിപ്പുറത്ത് കടല്. ഓ ഒരു പൊളി ലൈഫാണല്ലോ ഇത്. അതാ ഇതേപോലെ സമൂഹം കുറ്റി മാലിന്യങ്ങൾ നിക്ഷേപിക്കുക, ഇതേപോലെയൊക്കെ ചെയ്യുക കാശ്. ഇതൊക്കെയാണ് മര്യാദ അല്ലേ? അതൊക്കെയാണ് കാശ് മര്യാദ. നമ്മളിവിടെ നിന്ന് ഒരുപാട് നടക്കണം. നല്ലൊരു സ്പോട്ടാണ് കാശ്, നല്ല നാച്ചുറലായിട്ടുള്ളൊരു വ്യൂ. അല്ല നമ്മളിവിടെ നടന്ന് ഒരുപാട് എത്തി. സ്പോട്ടിന്റെ പേര് സ്പോട്ട് ആരും മറക്കണ്ട. ചെല്ലാനം ഇതാണ് ഗൈസ് ചെല്ലാനം.
ചെല്ലാനത്ത് ഹാർബറിൽ നിന്ന് റൈറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള വ്യൂ കയറിയ ഇങ്ങനെ ഒരു സാധനം പിടിക്കാം. അപ്പൊ ഗായ്സ് എന്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഹാർബറിലൂടെ ഇങ്ങനെ നടന്നിട്ടിരിക്കണേ. ഹാർബർ വ്യൂ ഇവിടെയൊക്കെ ഒരുപാട് മീനും ആൾക്കാരൊക്കെ മീനൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിരിക്കണ സമയമാണ് കഴിച്ചത്. എന്നാ ഒരു കഷ്ടപ്പാടല്ലേ ഇവർക്കൊക്കെ. വല്ലാത്തൊരു കഷ്ടപ്പാടാണ് കഴിച്ച് ഇവരുടെയൊക്കെ അവസ്ഥ. നമ്മളിങ്ങനെ നടന്നിട്ടിരിക്കണു. നല്ല ഭംഗിയുള്ള ഫ്രെയിമാണ് ഇത്. നോക്കിയാ ഫ്രെയിമല്ലേ. എല്ലായിടത്തുനിന്നും നടന്ന് എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരിലായിട്ടും റീച്ച് ആയതുമായിട്ടുള്ള ഒരു സ്പോട്ടിലായിട്ട് ഞങ്ങൾ എത്തി. ഇതാണ് ആ സ്പോട്ട്. എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ, നമ്മുടെ ഒരു ചെല്ലാനം വാക്ക് വേ. ചൂണ്ടയിടുന്നത് നിരോധിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് കേട്ടോ. ഇവിടെ നിന്ന് ആരും ചൂണ്ടയിടരുത്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം. ഇവിടെ ഒരുപാട് വള്ളക്കാരുകളുണ്ട്. ചൂണ്ടയിട്ട് അവർ വെട്ടി നിങ്ങളെ പൂസാക്കി നിങ്ങളെ വീട്ടിൽ മീൻ വിട്ടുവിടാം. ഇതാണ് ആ ഒരു വാക്ക് വേ. എല്ലാവരും വന്നിട്ടുള്ളൊരു സ്ഥലമായിരിക്കാം. ഞാനും ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. നല്ലൊരു സ്പോട്ടാണ്, എനിക്ക് നല്ലൊരു ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ കാണിച്ച സ്പോട്ടാണോ അതോ ഞാനായി കണ്ടെത്തിയ സ്പോട്ടാണോ ഭംഗിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. നമ്മളിത് വാക്ക് വേ കൊള്ളാം. നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ ഇത് അല്ലേ, വളരെ ഭംഗിയുള്ളൊരു ഫ്രെയിം. ഞങ്ങൾ ഇവിടെ നിന്ന് അറ്റം വരെ നടക്കും, അവിടെ നിന്ന് നേരെ തിരിച്ചു പോരും. ഇതാണ് ഇന്നത്തെ പണി. അപ്പൊ ഞങ്ങൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും വരാൻ ഗൈസ്. ഞങ്ങൾക്ക് ഒരു കിറ്റ് നിറച്ച് മീനും ഞങ്ങൾ മേടിച്ച് അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് സ്നേഹമൂത്ത് ഞങ്ങൾക്ക് തന്നാണ് ഗൈസ്. നന്ദിയുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങള് മീനും കൊണ്ട് വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയി കറിക്ക് വെച്ചപ്പോ കിട്ടിയാണ് കേട്ടാ. അപ്പൊ ഞങ്ങള് നൈസായിട്ട് ഇവിടെ നിന്ന് പോണേണ്. ചെല്ലാനം കഴിഞ്ഞ് വിട്ട് ഗൈസ് നേരെ വീട്ടിലായിട്ട്. നമുക്ക് ചെല്ലാനത്തുനിന്ന് നീണ്ടാരൊക്കെ പോകുമ്പോൾ കുറച്ച് ജ്യൂസൊക്കെ കാണാട്ടാ. അപ്പൊ ഇതൊരു നീണ്ടാരെന്ന് പറഞ്ഞ സ്പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളത്, ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്പോട്ട്. ഐ ലവ് നീണ്ടകര. എല്ലാവരും വന്ന് ഇവിടെ കൂടി വന്ന് ഇരിക്കുക. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. സാധാരണ ഇവിടെ ഒരു അപ്പാപ്പൻ്റെ ഒരു കടയുണ്ടായിരുന്നു. എന്നാൽ ചായ കുടിക്കാന്ന് പറഞ്ഞാൽ വന്നത്, പക്ഷെ അപ്പാപ്പൻ തുറന്നിട്ടില്ല കാര്യം. അടുത്ത സ്പോട്ട് നോക്കണം. അപ്പുറത്തൊരു കട കൂടി ഉണ്ട്, ആ കട തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കാം. ഒരു കടയില്ല കാര്യം. ഞങ്ങൾ മൂവായിക്കൊണ്ടിരിക്കണേന്. നീണ്ടകര ചെല്ലാനോ കഴിഞ്ഞു ഗൈസ്. നേരെ നീണ്ടകര. വെൽക്കം ടു നീണ്ടകര ഗൈസ്. നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നൈസായിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറട്ടെ. ചായ വന്നിട്ടുണ്ട്, ഒരുപാട് കടികളുണ്ടായി. നൈസ് പോകണം അടിക്കും. കിട്ടും പോണ്ടേ, എല്ലാവരും കഴിച്ചിട്ട് വീട്ടിൽ വരും. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി ഗൈസ്. ഞാൻ തുടങ്ങുന്ന സ്പോട്ടിൽ തിരിച്ചു വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഈ വീഡിയോ ഞാൻ അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുന്നുണ്ട് ഗൈസ്. ഇന്ന് നേരെ എനിക്ക് പണിക്ക് പോകണം. അപ്പം എൻ്റെ കൂടെ അലനുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഓക്കെ.